നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 3014 8ന്റെ ബേസിൽ 8ന്റെ ബേസിൽ എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 3014-നകത്തുള്ള 8ന്റെ ലാർജസ്റ്റ് പവർ എത്രയും നോക്കി, അവിടെ ഒരു റിമൈൻഡർ കിട്ടി. അടുത്ത് എന്ത് ചെയ്തു? ആ റിമൈൻഡറിനെ അകത്തുള്ള 8ന്റെ ലാർജസ്റ്റ് പവർ നോക്കി, അതിനെ അപ്പോൾ അത് 64ആണ്. ആ 484-നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ റിമൈൻഡർ കിട്ടി. ആ റിമൈൻഡറിനകത്തുള്ള 8ന്റെ ലാർജസ്റ്റ് പവർ എത്രയാ? 8⁻0. അതിനെ 6നെ 8⁻01 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ആദ്യത്തെ ഇക്വേഷൻ എഴുതി, അവിടുത്തെ 454-ന് പകരം റിമൈൻഡറിന് പകരം അടുത്ത ഇക്വേഷനിലെ റൈറ്റ് സൈഡ് എഴുതി അല്ലെ? ഈ 454-ന് പകരം സെക്കൻഡ് ഇക്വേഷനിലെ റൈറ്റ് സൈഡ് അതങ്ങ് 7 × 64 + 6 എന്ന് എഴുതി. അപ്പോൾ 3014 = 5 × 512 8³ + 7 × 8² + 6 × 8⁻0. ഇവിടെ 8ന്റെ ഫസ്റ്റ് പവർ ഇല്ല, തേർഡ് പവറും സെക്കൻഡ് പവറും 0th പവറേ ഉള്ളൂ. ഫസ്റ്റ് പവർ ഇല്ലാത്തതുകൊണ്ട് 0 × 8⁻1 അവിടെ ഇടയ്ക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 5ഉം ഈ 7ഉം ഈ 0യും ഈ 6ഉം എടുത്തിട്ട് എന്താക്കി? 5706 ബേസ് 8 എന്ന് എഴുതി. ഇത്രയും പ്രയാസമില്ലാതെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ, എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇത് എഴുതിയാൽ മതി. എന്ത് ചെയ്യുക? 3014-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ ഇവിടെ എഴുതുക, എന്നിട്ട് ആ ക്വോഷ്യന്റ് ഇവിടെ എഴുതുക. പിന്നെ ഈ ക്വോഷ്യന്റിനെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അവിടെ ഒരു റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ ഇവിടെ എഴുതുക, ക്വോഷ്യന്റ് ഇവിടെ എഴുതുക. ഈ ക്വോഷ്യന്റിനെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ഒരു ക്വോഷ്യന്റ് 5 കിട്ടും, റിമൈൻഡർ 7 കിട്ടും. റിമൈൻഡർ സൈഡിൽ എഴുതുക, ക്വോഷ്യന്റ് ഇവിടെ എഴുതുക. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. 5 7 0 6 ഇതല്ലേ ആൻസർ. സോ ദാറ്റ് ഈസ് 3014 ബേസ് 10 ആയിരുന്നു അല്ലേ? ഈക്വൽ ടു താഴെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എഴുതി തുടങ്ങണേ. എവിടെയാണ് അവസാനിച്ച അവിടെ നിന്ന് എഴുതുക. 5 7 0 6 ബേസ് 8. ഇതല്ലേ എളുപ്പം? നമ്മൾ ആദ്യം പറഞ്ഞതിനേക്കാളും എളുപ്പം ഇതല്ലേ? ഫസ്റ്റ് പറഞ്ഞതിനേക്കാളും എളുപ്പം ഇതാണ്. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? റിസൾട്ട് ആയിട്ട് അങ്ങ് പറയാം. To express an integer a, to express an integer small a in any non-decimal base b, in any non-decimal base b, non-decimal base b, divide, നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് എനെ ആദ്യം 8 കൊണ്ട് ഡിവൈഡ്, എനെ ആദ്യം ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അവിടുത്തെ ക്വോഷ്യന്റിനെ വീണ്ടും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ പോകണം. ഡിവൈഡ് എ, അവിടെ ഓരോ സ്ഥലങ്ങളിലും എന്ത് ചെയ്യണം? അവിടെ റിമൈൻഡർ നോട്ട് ചെയ്യണം. ഡിവൈഡ് എ ആൻഡ് ഇറ്റ്സ് successive quotients, a and its successive quotients by b until a zero quotient is reached. Until a zero quotient is reached. Then pick the remainders in the reverse order. നമ്മൾ താഴെ നിന്ന് എഴുതി തുടങ്ങി. Then pick the remainders
in the reverse order. Then pick the remainders in the reverse order. So ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളിപ്പോ represent 15036 in the hexadecimal system. ഇവിടെ hexadecimal system ബേസ് എത്രയാണ്? hexadecimal system എന്ന് വെച്ചാൽ ബേസ് എത്രയാണോ? Represent 15036 in the hexadecimal system. That is in base 16. അല്ലെ, ബേസ് 16 ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കണം അല്ലെ. 15036 ഇപ്പൊ എഴുതിയ റിസൾട്ട് നേരത്തെ എഴുതിയ പോലെ എഴുതാൻ നിന്നാൽ ഒത്തിരി സമയം പോകില്ല. 16 എഴുതണം, 16 സ്ക്വയർ വേണം, 16 ക്യൂബ് എടുക്കണം, അങ്ങനെയൊക്കെ പോയാൽ ഒത്തിരി സമയമാകും. അതിനേക്കാളും എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാസ്റ്റ് ചെയ്ത പണിയെ ചെയ്യാവൂ. ഇത് ഈ പണിയെ ചെയ്യാവൂ. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ ഇതേ ചെയ്യാവൂ. എന്ത് ചെയ്യുക, 15036നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ 15036 ഇവിടെ കാൽക്കുലേറ്റർ എടുക്കട്ടെ. 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞ എത്ര വരിക? 15036നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുമോ? കാൽക്കുലേറ്റർ അടിച്ച് പറഞ്ഞേ. എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. പറഞ്ഞേ. 939.75. അപ്പോ 939. ഇനി 900.75 എഴുതി കളയല്ലേ. 939നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരിക? എത്ര വരിക? 15024. ഓക്കെ. അപ്പൊ ഇവിടെ റിമൈൻഡർ എത്ര വരും? 24, 36, 12 വരും റിമൈൻഡർ. അപ്പോ ഇവിടെ നിങ്ങൾ എത്ര എഴുതണം? 939 ഇവിടെ എഴുതുക. റിമൈൻഡർ എത്രയാ? 12 റിമൈൻഡർ ഇവിടെ എഴുതുക. വീണ്ടും 939നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 939നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 939നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? പറഞ്ഞേ. 58 കറക്റ്റ് കിട്ടും അല്ലെ? അങ്ങനെ കിട്ടൂല്ലോ. 58നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? അത്ര സമയമാണോ? 58നെ 16. 928. ഓക്കെ, 928. റിമൈൻഡർ 928, 39 അല്ലെ? 11 വരെ റിമൈൻഡർ. അപ്പോ ഇവിടെ 58 വരും കോഷ്യന്റ്. 58 ആണ്. റിമൈൻഡർ എത്രയാണ്? 11 ആണ്. ഇനി 58നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 58നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താവും? 58 ഡിവൈഡഡ് ബൈ 16 3 അല്ലേ? 48 വരും. റിമൈൻഡർ 10 വരും. അപ്പോൾ വീണ്ടും 58നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 3 ആണ്. റിമൈൻഡർ എത്രയാണ്? 10 ആണ്. ഇനി ബേസ് 16 അല്ലേ?
ബേസ് 16 ആകുമ്പോൾ 10 എന്ന് വെച്ചാൽ എ ആണ്, 11 എന്ന് വെച്ചാൽ ബി ആണ്, 12 എന്ന് വെച്ചാൽ സി ആണ് അല്ലെ. ഇനിയിപ്പോ നമ്മൾ ഇതൊന്നും അംഗീകരിക്കാത്തവരാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 15036 ആണ് അവർ തന്നിരുന്നത്. നമ്മൾ വേണമെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ എഴുതണം അല്ലെ. ഇവിടെയും തുടങ്ങിയാൽ 3 അല്ലെ, 3 ഫോമായിട്ട് വേണമെങ്കിൽ 10 കാണാൻ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറയാം. സോറി 10 എന്നൊക്കെ വായിച്ചു, 11 12 ഇങ്ങനെ എഴുതും. എയും ബി സി ഒക്കെ അംഗീകരിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇതൊക്കെ അംഗീകരിക്കുന്നത് കൊണ്ട് എന്തെഴുതും? 3 എ ബി സി ബേസ് 16. താഴെ 16 എന്ന് എഴുതാം. ഇതല്ലേ അവർ ചോദിച്ചിരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ express (1076) in base 2. ബേസ് 2 എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്തായിരുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞത് ബേസ് 16 റെപ്രസെന്റ് ചെയ്യാനായിരുന്നു. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ ബേസ് 8-ലാക്കാനായിരുന്നു അല്ലേ. ബേസിൽ 8-ലാക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ തിയറി പറഞ്ഞിട്ട് ആക്കി. ഇപ്പൊ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു കോളം ഇത് മാത്രം എഴുതിയാൽ മതി, മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി നിൽക്കരുത്. നേരത്തെ പറഞ്ഞൊന്നും ചെയ്യരുത്. ഈ 1076-നെ ബേസ് 2-ൽ റെപ്രസെന്റ് ചെയ്യാനാണ് പറയുന്നത്. എന്ത് ചെയ്താൽ മതി? 1076-നെ ബേസ് 2-ൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1076-നെ ബേസ് 2-ൽ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് പറയണം? ഫസ്റ്റ് എന്ത് എഴുതാം? 1076-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1076-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എത്രയാ? 538. അവിടെ റിമൈൻഡർ എത്ര വരിക? 538-ന്റെ റിമൈൻഡർ 0 ആണ് അല്ലെ. അടുത്ത് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 200 അല്ലെ, 19 അല്ലെ. ഈ 269 അല്ലേ, 269 വരുള്ളൂ. 269 അല്ലേ. അപ്പോ അവിടെ റിമൈൻഡർ എത്ര വരിക? 269 ആകുമ്പോൾ ഇവിടെ റിമൈൻഡർ 0 തന്നെയാണ് അല്ലെ. അടുത്ത് വീണ്ടും 269-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 269 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 1. 269-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അല്ല, കോഷ്യന്റ് എത്ര വരിക? 269-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് അല്ലെ 3 1 അല്ലെ. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര വരിക? ഇവിടെ റിമൈൻഡർ 1 വരും. ശരിയാണോ? അടുത്ത് എന്ത് ചെയ്യുക? 134-നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ വരിക? 2 ഇല്ലല്ലോ, 67 അല്ലേ, 67 അല്ലേ. അവിടെ റിമൈൻഡർ എത്ര വരിക? 0 വരും. ഇനി 67-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 67-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇതല്ലേ നമ്മളെ റിസൾട്ട് പറഞ്ഞേ, 33. അവിടെ റിമൈൻഡർ എത്ര വരിക?
അല്ലെ 67നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ 66 റിമൈൻഡർ 1 ആ 1 എന്ന് എഴുതി അവിടെ. ഇനി 33നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരിക 16 അല്ലെ 16 ആകുമ്പോൾ എത്ര വരിക റിമൈൻഡർ 1. അടുത്ത് 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കോഷ്യന്റ് എന്താവും 8 ആവും. അപ്പോൾ റിമൈൻഡർ 0 ആണ് അല്ലെ. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 വരും. അവിടെ റിമൈൻഡർ 0 ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 വരും. അവിടെ റിമൈൻഡർ 0 ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താവും 1 ആവും അല്ലെ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ റിമൈൻഡർ 0, ഇവിടെ റിമൈൻഡർ 0, ഇവിടെ റിമൈൻഡർ 0. അപ്പോൾ ഇത് താഴെ നിന്ന് എഴുതണം, ഇവിടെ നിന്ന് എഴുതണം ക്വസ്റ്റ്യൻ ഉൾപ്പെടെ. ഇവിടെ നിന്ന് എഴുതി പോകണം. റിവേഴ്സ് ഓർഡറിൽ എഴുതാണ് നമ്മൾ റിസൾട്ട് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു 1076 ഡെസിമൽ നമ്പർ. അതിന്റെ ബേസ് 2 നമ്പർ ആക്കാൻ പറഞ്ഞപ്പോൾ താഴെ നിന്ന് എഴുതുക 1000 അല്ലെ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു റിമൈൻഡർ വരും. ഇവിടെ റിമൈൻഡർ എന്താ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ലേ. ശരിയല്ലേ. അപ്പോൾ ആ റിമൈൻഡർ എഴുതാൻ വിട്ടു പോകരുത്. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 4 0 വരും. അടുത്തോ 1 1 വീണ്ടും 0 വീണ്ടും 1 2 0 അല്ലേ. ഇപ്പോഴാണ് ബേസ് 2ലായത്. ഇനി ചെയ്തത് ഡൗട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചെയ്തത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിവിടെ നിങ്ങൾ തുടങ്ങിയാൽ മതി. എന്താ 0 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2² ചെയ്തത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടേ. അതുകൂടെ കിട്ടിയിരിക്കുന്ന ആൻസർ 1 0 0 0 4 0 അല്ലേ. പിന്നെ 1 1 പിന്നെ 0 1 0 0. ഇതിപ്പോ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 0 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2² പ്ലസ് 0 × 2³ പ്ലസ് 1 × 2⁻4 പ്ലസ് 1 × 2⁻5 പ്ലസ് 0 × 2⁻6 പ്ലസ് 0 × 2⁻6 പ്ലസ് 0 × 4 0 അല്ലേ. 0 × 2⁻7 പ്ലസ് 0 × 2⁻8 പ്ലസ് 1 × 2⁻9. ഇത് നോക്കിയാൽ മതി അല്ലേ. 1ഉം 4 0യും പിന്നെ 1 1 0 1 0 0. 1ഉം 4 0യും 1 1 0 1 0 0. അപ്പോൾ ഇവിടെ 2⁻9 ആണ്. ഇവിടെ 0 × ഇവിടെ 0 വരും, അടുത്തതും 0 വരും. ഈ രണ്ട് കേസും 0 വരും. ഇത് 0 ആയി, ഇത് 0 ആയി. ഇവിടെ 1 × 2² 1 × 2² എത്രയാ 4. അടുത്ത് വീണ്ടും 0. അടുത്ത് 2⁻4 16 പ്ലസ് 2⁻5 ആകുമ്പോൾ 32 പ്ലസ് 2⁻6ന്റെ അവിടെ 0. ഇവിടെ 5 6 ഇവിടെ 7 അല്ലേ. 7 8 ഇവിടെ 10 വരാം. ഇവിടെ 32 കഴിഞ്ഞാൽ പിന്നെ 0. 2⁻7ന്റെ അവിടെയും 0. 2⁻8ഉം 0. 2⁻9ന്റെ അവിടെയും 0. 2⁻10 എത്രയാ 2². 2⁻5 32 അല്ലേ. 2⁻6 64. പിന്നെ 2⁻6 ആകുമ്പോൾ 64. 2⁻7 128. 2⁻8 256. 2⁻9 512. 2⁻10 ആകുമ്പോൾ 1024 വരും അല്ലേ. ഇപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1024. ഇവിടെ എന്താ 20 52. അപ്പോൾ 1024 52 6 എന്താ വന്ന ആൻസർ 1076 അല്ലേ ചോദിച്ചിരുന്നത്. 1076 അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്.
അപ്പോൾ തിരിച്ചും നമുക്ക് എഴുതാൻ പറ്റും. ഇത് പ്രയാസമുള്ള കാര്യമല്ലല്ലോ.